ഹേ ഗൈസ്, കളർ കറക്റ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ എത്ര ഷെയ്ഡ്സ് ഉണ്ട്? 6 ഷെയ്ഡ്സ് ഉണ്ട്. നടുക്കൊരു പീച്ച്, ഒരു ഓറഞ്ചിഷ് കളറുണ്ട്, പിന്നെ ചുറ്റും ഒരു 5 ഷെയ്ഡ്സും കൂടെ ഉണ്ട്. നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സാധനം വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണെന്ന് നോക്കിയാലോ. ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ പാലറ്റ് ആണ്. ഈ ഒരു റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയ ഒരു കൺസീലർ പാലറ്റ് ആണിത്. ഇതിൽ ഓറഞ്ച് ഷെയ്ഡില്ലേ, പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിൾസും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലറിന്റെ മുന്നേ ഉപയോഗിക്കുന്നതാണ് കളർ കറക്റ്റർ. ജസ്റ്റ് ഫേസിലെ അൺഈവൻ ആയിട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കളർ കറക്റ്റർ വെച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിനാണ് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യത്തിന് മാത്രം എടുക്കുക, ഇങ്ങനെ കയ്യും കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ എടുക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കൺസീലർ അപ്ലൈ ചെയ്യുക, കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ വര പോലെയൊക്കെ ഇരിക്കും. ഇങ്ങനെ ചെയ്യാവുള്ളേ. ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പിമ്പിൾ വന്നിട്ട് ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കത്തില്ലേ, അതുണ്ട്. ആക്നെ മാർക്കുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചയാണ് ഉപയോഗിക്കുന്നത്, ഗ്രീൻ. ഇത് നിങ്ങളൊരു പിമ്പിളായിട്ട് അങ്ങോട്ട് വിചാരിക്കുക. പച്ച അങ്ങോട്ട് എടുക്കുക. കൺസീലർ കണ്ടോ? ഇനി ഇതിലൊരു യെല്ലോ മാറിക്കിടപ്പുണ്ട്, അൺഈവൻ സ്കിൻ ടോൺ. ചിലവരുടെ ഫേസിൽ പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ സൺ ടാനോ അങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കും. അങ്ങനെ അൺഈവൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഈ യെല്ലോ. നമ്മുടെ കൺസീലറോ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനോ യെല്ലോ ടോണൊക്കെ ആണെങ്കിൽ ഈ പർപ്പിളും അതും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ യെല്ലോയിഷ് ടോൺ കുറയ്ക്കാൻ പറ്റും. ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേസിന്റെ ഒരു ടയേർഡ്നെസ് കുറച്ചൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. കൂടുതലും യെല്ലോയിഷ് ടോൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പർപ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ടാർഗറ്റഡ് ഏരിയാസ് മാത്രം യൂസ് ചെയ്താൽ മതി, ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട. ചിലപ്പോൾ ഫേസിൽ ഫുൾ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ ഉള്ള പോർഷനിൽ മാത്രം ഇട്ട് കൊടുക്കുക. എന്താണ് നമ്മുടെ പർപ്പസ് അവിടെ മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരുമാതിരിയൊക്കെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി.